വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ श्री चिन्मय सद्गुरवे नमः। 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 विनायका विघ्ननाशका विनायका विघ्ननाशका. विनायका विघ्ननाशका. विनायका विघ्ननाशका. अनाथरक्षक आनन्ददायक. अनाथरक्षक आनन्ददायक. अनाथरक्षक आनन्ददायक. अनाथरक्षक आनन्ददायक. 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 उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. विनायक विघ्ननाशक. विनायक विघ्ननाशक. अनाथरक्षक आनन्ददायक. अनाथरक्षक आनन्ददायक. 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 उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. विघ्ननाशक अनाथरक्षक आनन्ददायक. अनाथरक्षक आनन्ददायक. आनन्ददायक. उमा महेश्वर हे शिवनन्दन. उमा महेश्वर हे शिवनन्दन. विनायक. എന്ത് സാധനങ്ങളാണ് ഉണ്ടാക്കണ്ടേ? വികൃതി ഉണ്ടാക്കണം, പിന്നെ കുറുമ്പ് ഉണ്ടാക്കണം, വാശി പിടിക്കരുത്. അതൊക്കെയാണ് കുഞ്ഞു കുട്ടികൾ മാറ്റേണ്ടത്. പിന്നെ ബാഡ് വേർഡ്സ് പറയരുത്, ദേഷ്യം വരാൻ പാടില്ല. എന്തിനാ നമുക്ക് ദേഷ്യം വരണേ? എല്ലാ കാര്യത്തിനും ഒരു സോഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെയാണ് കുട്ടികൾ വേണ്ടാന്ന് വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാം ആരുടെ അടുത്തേക്ക് പോകണം? ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ഭഗവാനെ എന്നെ നല്ല കുട്ടിയാക്കണം, എനിക്ക് ദേഷ്യം വരരുത്. അതിലൊരു കാര്യമുണ്ട്. എന്റെ അമ്മ പറയും, പണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോ എന്റെ അമ്മ എന്താ പറയാന്നറിയോ?
നാരായണ ചൊല്ലിക്കോളും, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിക്കോളും. അത് കുറച്ചു നേരം ഇങ്ങനെ ചെല്ലുമ്പോഴേ നമുക്ക് ആ ദേഷ്യങ്ങൾ മാറും. നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ മാത്രമാവും. അപ്പൊ നമുക്ക് ദേഷ്യം വരില്ല. ഇനി വലിയ ആളുകളുടെ അടുത്ത് പറയുമ്പോ എന്ത് പറഞ്ഞു കൊടുക്കണം? എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ശക്തി ഉണ്ട് നമുക്ക്. അതാരാണ്? നമ്മുടെ ഭഗവാൻ. ആ ഭഗവാനിലേക്ക് അർപ്പിക്കുക. അതിനൊരു കഥയായിട്ട് പറഞ്ഞുതരാം. വിഭീഷണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ വിഭീഷണൻ? ആരാ? പറഞ്ഞു കൊടുക്കണ്ട, ആരോ ഒരാൾ പറയുന്നുണ്ട് അവിടെ. രാവണന്റെ അനിയൻ. ആരാണ്? രാവണന്റെ അനിയൻ. രാമായണം വായിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? രാവണൻ എന്ത് ചെയ്തു? സീതേനെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോകാൻ പാടോ? കിഡ്നാപ്പ് ചെയ്യാൻ പാടോ? ചീത്ത കാര്യമാണ് അല്ലേ? വേറൊരാളുടെ വസ്തുക്കൾ നമ്മൾ അറിയാതെ പോലെ എടുക്കാൻ പാടില്ല നമ്മൾ. ആ സമയത്താണ് ഇവിടെ സീതാമാതാവിനെ തന്നെ തട്ടിക്കൊണ്ടുപോയത്. ഒരാളുടെ ഭാര്യയാണ്, അവരെ പിടിച്ചോണ്ട് പോകാൻ പാടില്ല. ഒരാളുടെ മക്കളാണ്, അവരെ പിടിച്ചോണ്ട് പോകാൻ പാടില്ല. എന്ന് നമ്മൾ പേപ്പർ എടുത്ത് എന്നും കാണുന്ന കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ എല്ലാവരും രാവണനെ പേടിച്ച് മിണ്ടാതിരുന്നപ്പോഴും വിഭീഷണൻ എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ? ചേട്ടൻ ചെയ്തത് തെറ്റാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ടീച്ചറാണെങ്കിലും തെറ്റ് ചെയ്ത അവരോട് പറയണം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ രാവണൻ അറിയാം, രാമനായിട്ട് യുദ്ധം ചെയ്ത രാവണൻ എന്തുണ്ടാവും? തോൽക്കും, രാവണൻ മരിക്കും. ആ സ്വർണത്തിന്റെ ബിൽഡിംഗ് ആണല്ലോ ലങ്കയിലെ. ആ ലങ്ക ആർക്ക് കിട്ടും? പിന്നെ ആരാ രാജാവാവുക? രാവണൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാ രാജാവാവുക? രാമനല്ല. രാമന് യാതൊരു മോഹമില്ല. അയോധ്യാപതി രാമന് വേണ്ടാത്ത ഒരു സാധനത്തിനോടും ആഗ്രഹമില്ല. നിങ്ങളുടെ പോലെ അടുത്ത കുട്ടിയുടെ റബ്ബർ എനിക്ക് വേണം, പെൻസിൽ വേണം രാമൻ പറഞ്ഞിട്ടില്ല. അവിടെ ആരാ രാജാവാവുക? വിഭീഷണൻ. റൈറ്റ്, വിഭീഷണനാണ്. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ അനിയനാണ് ബാക്കി അവിടെ കാര്യങ്ങൾ നോക്കേണ്ടത് അല്ലെ? നമ്മുടെ വീട്ടിലെ മുത്തശ്ശൻ ചിലപ്പോ മരിച്ചു പോവും. പിന്നെ മൂത്ത വല്യച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ ആയിരിക്കും വീട്ടിലെ ഗൃഹനാഥൻ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ രാവണൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ലങ്കയിലത്തെ എല്ലാ കാര്യങ്ങളും താനാണ് നോക്കേണ്ടത്. താൻ ഇവിടെ രാജാവാവുന്ന ആർക്കറിയായിരുന്നു? വിഭീഷണൻ അറിയായിരുന്നു. എന്നാലും അവിടെ തെറ്റുകൾ കണ്ടപ്പോ വിഭീഷണൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ ശരിയല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ വേറൊരു മായയാണ് അല്ലെ? വലിയ സ്വർണ്ണപാത്രത്തില് പാലും പഞ്ചസാരയും ഇട്ട് ചോറ് കഴിക്കുന്നതും ഒരു ചെറിയ പാളപാത്രത്തില്, ഈ പാള കണ്ടോ തെങ്ങും വന്ന് വീഴുന്നത്, അതില് കുറച്ച് കഞ്ഞി കുടിക്കണതും ഏതാ നല്ലത്? രണ്ടും ഉള്ളിലേക്കാണ് ചെല്ലണത്. പക്ഷെ ആഡംബരം ആവശ്യമില്ല, ജീവിക്കാനുള്ള ആ എനർജിയെ നമുക്ക് വേണ്ടു. അത് നല്ല വൃത്തിയും വെളുപ്പുള്ള എന്തിൽ തന്നാലും നമുക്ക് കഴിക്കാം അല്ലേ? അപ്പൊ ഇവിടെ വിഭീഷണൻ പറഞ്ഞു എനിക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട, ഈ തെറ്റ് ഈ എന്താ പറയാ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ എന്താ പറയാ നമ്മുടെ ഈ കൊട്ടാരം, അയൽക്ക സുഖ സൗകര്യങ്ങള്, ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ എവിടേക്ക് പോവാണ്? ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. രാമൻ ആരാണ്? മഹാവിഷ്ണുവിന്റെ അവതാരം. ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. പാള തെങ്ങുമെന്നാ കിട്ടാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ തെറ്റ് തിരുത്തി തന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ആര് തെറ്റ് പറഞ്ഞാലും ശരിയാക്കി തരണമെന്ന്. ഒരേ ഒരു കുട്ടിയോട് വന്ന് പറഞ്ഞുള്ളൂ. ആരാന്നറിയോ? നമ്മുടെ വേണുകുട്ടി. ഒരു ക്ലാപ്പ് കൊടുക്കോ കേട്ടോ? ടീച്ചർ ആദ്യം എന്താ പറഞ്ഞത്? തെറ്റ് പറഞ്ഞാൽ ടീച്ചറാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തിരുത്തണം എന്നാണ്. എന്താ തിരുത്തി തരാന്? തിരുത്തി തന്നു ആരെങ്കിലും? അതിന് ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം, അത് നമുക്ക് വേണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടെ വേണം പോവാൻ. ഓക്കെ, അപ്പോ ഇവിടെ പറയാണ് വിഭീഷണൻ എനിക്ക് ഈ ആഡംബരങ്ങളൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്. എവിടേക്ക്? ഭഗവാന്റെ അടുത്തേക്ക്. രാമൻ മഹാവിഷ്ണു ആണ് എന്നുള്ളത്, അതായത് രാമന്റെ എല്ലാ സൽ സ്വഭാവങ്ങളും, സൽ പുരുഷനാണ്. എല്ലാ കാര്യങ്ങളും വിഭീഷണന് വളരെയധികം സന്തോഷം കൊടുത്തു. അങ്ങനെ ചെറിയൊരു കഴിവൊന്നുമല്ല, സാക്ഷാൽ ഭഗവാന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മനസ്സിലുള്ള ആ ഒരു വിശ്വാസത്തോടെ ഭഗവാനിലേക്ക് അർപ്പിച്ച് രാമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഭീഷണൻ. വിഭീഷണൻ ഭഗവാനെ മാത്രം വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാണ്. അവസാനം എന്തുണ്ടായി? രാമൻ ജയിച്ചപ്പോ രാമൻ എന്ത് പറഞ്ഞു? യുദ്ധം ജയിച്ചു, രാവണനെ കൊന്നു. വിഭീഷണൻ എന്ത് പറഞ്ഞു? എന്ത് കിട്ടി? വിഭീഷണന്
രാജ്യം കിട്ടി അല്ലെ? ഭഗവാനെ ആത്മാർത്ഥമായി വിചാരിച്ചു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് ആർക്ക് തിരിച്ചു കിട്ടി? വിഭീഷണന് കിട്ടി. നമ്മള് കറകളഞ്ഞ ഭക്തിയോടെ, അതായത് മനസ്സില് വേറെ ഒന്നും ഇല്ലാണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച ഭഗവാൻ നമുക്ക് വേണ്ടത് തരും. അതാണ് എല്ലാം പരിത്യജിച്ചു, എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ച് നമ്മൾ ഭഗവാനിലേക്ക് പോവുക. അപ്പോഴും ഭഗവാൻ നമുക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? എത്തിച്ചു. കുറച്ചു നേരം ചെയ്യാം. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാനും അതുപോലെ അസുഖങ്ങൾ വരാതിരിക്കാനും നിങ്ങൾക്ക് മെമ്മറി പവർ കൂടാനും ഒക്കെ യോഗ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇതൊക്കെ ആസനാസ് കറക്റ്റ് ആയിട്ട് പഠിക്കാന്ന് വെച്ചാല് മക്കൾക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ഈ ഡാൻസിനെ നമുക്ക് നല്ല ഭംഗിയാക്കാൻ പറ്റും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ടീച്ചറൊക്കെ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർക്ക് സിമ്പിൾ ആയിട്ട് എടുത്താന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യില്ലേ? ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ബ്രീത്തിങ്ങും കൂടി ചെയ്യാം. ബ്രീത്തിങ് പ്രാക്ടീസ് കൂടി ചെയ്യില്ലേ? പ്രാണായാമം നന്നായിട്ട് ചെയ്യാം. എല്ലാവരും കുറച്ച് നേരം ഡെയിലി വീക്കിലി യോഗ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ. എങ്ങനെ പറയാം? നന്ദി എങ്ങനെ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്? ശരിക്കും കാല് തൊട്ട് വന്നിക്കണം. ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യലാണ് പ്രധാനം. അപ്പൊ ടീച്ചർ ഇപ്പൊ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ? നിങ്ങൾ മിക്കവാറും പേര് ബഹളം വെക്കുകയായിരുന്നു. എന്താ പറഞ്ഞത്? യോഗ എന്നും ചെയ്യേണ്ടതാണ്. നമുക്കുള്ളൊരു അസുഖമാണ് റെഗുലാരിറ്റി ഇല്ലായ്മ, അല്ലേ? എല്ലാം ഇറഗുലർ ആയിരുന്നു.
അവിടെയുള്ള അമ്മമാരോടൊക്കെ പലരോടും ചോദിച്ചു ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യും, വേദന വരുമ്പോൾ ചെയ്യും, ഓർമ്മ വരുമ്പോൾ ചെയ്യും, സമയം കിട്ടുമ്പോൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ് എല്ലാവരും. അപ്പൊ നമുക്കുള്ള ഒരു നമ്മുടെ ദൗർബല്യമാണ് നമുക്കൊന്നിനും റെഗുലാരിറ്റി ഇല്ലാതിരിക്കാം. അത് നിങ്ങൾ ഇപ്പോഴേ ഇറഗുലർ ആവരുത്. ദിവസവും കുറച്ചു നേരം, എല്ലാ കുട്ടികളും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? റെഗുലർ ആയിട്ട് കുറച്ചു നേരമെങ്കിലും യോഗ ചെയ്യും എന്ന് ഇന്ന് പ്രതിജ്ഞ എടുക്കുക അല്ലെ. ഇനിയിപ്പോ അടുത്ത മാസം യോഗ ഡേ വരുന്നുണ്ട്. ആ ഒരു ഡേ മാത്രം ചെയ്യേണ്ടതല്ല, ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇപ്പൊ ഉള്ള ചേട്ടന്മാരെയും ചേച്ചിമാരെയും പോലെ ഒരുപാട് അസുഖങ്ങളുള്ള കുട്ടികളായിട്ട് വളരെയല്ല. നിങ്ങൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ബോഡി ആയിട്ട് നല്ല സ്ട്രോങ് മൈൻഡും നല്ല ഷാർപ്പ് ഇന്റലക്റ്റും ഒക്കെ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്നും യോഗ ചെയ്യും എന്ന് തീരുമാനിക്കുകയും അത് ചെയ്യാണ് ശരിക്കും ടീച്ചർക്ക് ചെയ്യേണ്ട ഗുരുദക്ഷിണ. എല്ലാവരും ചെയ്യോ? ചെയ്യും? പ്രോമിസ്? ഓക്കെ. ഇന്നലെ വേറൊരു കാര്യം ഇവിടുന്ന് പറഞ്ഞില്ലേ, സുധീഷ് ജി അല്ലെ, വീട്ടിൽ പോയാല് ആരെയൊക്കെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു? അമ്മയെ, അച്ഛനെ, ഗുരുക്കന്മാരെ, മുതിർന്നവരെ, അമ്മമ്മയൊക്കെ നമസ്കരിച്ചു. പിന്നെ പറഞ്ഞില്ലേ അമ്പലത്തിലൊക്കെ പോണെന്ന്. ഇന്നലെ പോയ ശേഷം എത്ര പേര് വീട്ടിൽ പോയി നമസ്കരിച്ചു? കണ്ടോ എത്ര കുറച്ച് പേര് നമസ്കരിച്ചതെന്ന്. ഇന്നിവിടെ വന്നപ്പോ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നമസ്കരിക്കായിരുന്നില്ലേ? നമ്മൾ ഭൂമിയെ നമസ്കരിക്കണം, ഗുരുദേവന്റെ മുമ്പിൽ നമസ്കരിക്കണം അല്ലേ? അപ്പൊ എല്ലാവരും മുടങ്ങാതെ ദിവസവും 2 നേരമെങ്കിലും നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ടോ? അവിടെ നിങ്ങൾ നമസ്കരിക്കണം കേട്ടോ. ഇന്നലെ പറഞ്ഞില്ലേ ആൺകുട്ടികൾ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? നിവർന്നിടണം. അതിനെന്താ പേര് പറയാ? സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ ദണ്ഡ നമസ്കാരം. ഒരു വടി വീഴുന്നത് പോലെ നമ്മുടെ 8 ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന പോലെ വേണം ആൺകുട്ടികൾ നമസ്കരിക്കാൻ. പെൺകുട്ടികളോ മുട്ടുമടക്കിയിട്ട് തല കൈ തൊഴുതുകൊണ്ട് തല ഇടണം, തല നിലത്ത് കുത്തണം കേട്ടോ. ഇന്നലെയൊക്കെ നിങ്ങൾ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെയല്ല നമസ്കരിക്കുക പറഞ്ഞു. നമസ്കരിക്കുക പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ല നമസ്കരിക്കില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് നമസ്കരിക്കാം. ഒന്ന് നമസ്കരിക്കാമോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് ഒന്ന് ഗുരുദേവനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് നിവർന്നിരുന്ന എല്ലാവരും നമുക്കൊരു ഓംകാരം ചൊല്ലിയിട്ട് നമുക്ക് നമസ്കരിച്ചിട്ട് എഴുന്നേക്കാം കേട്ടോ. ഒന്ന് നമസ്കരിക്കൂ. ഇനി മുതൽ എവിടെയെങ്കിലും ഇതുപോലെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ വന്ന ഉടനെ നമസ്കരിച്ചിട്ട് ഇരിക്കണം. വീട്ടിലെല്ലാവരും നമസ്കരിക്കുവോ? ക്ഷേത്രങ്ങളിൽ പോയാൽ നമസ്കരിക്കുവോ? തൊഴുത് നമസ്കരിച്ചിട്ട് വേണം അവിടുന്ന് പോവാൻ കേട്ടോ. ആരും ഓർമ്മിപ്പിക്കേണ്ട അമ്മയെ നമ്മൾ നമസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം നമസ്കരിക്കാൻ. ഓക്കെ, ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ നമസ്കരിക്കല്ല കേട്ടോ. നല്ല കുനിഞ്ഞ് മുട്ടുകുത്തി നമസ്കരിക്കണം പെൺകുട്ടികളെ. റെഡി? എല്ലാവരും ഒരു ഓംകാരം ചൊല്ലിക്കേ. ഓ ലോങ് ലോങ് ലോങ്. ഇത്തവണ നമ്മുടെ തീം ഗണപതി ഭഗവാനല്ലേ? അപ്പൊ കണ്ണടച്ചിട്ട് തന്നെ നിവർന്നിരുന്ന് ഗണപതി ഭഗവാനെ നന്നായിട്ട് മനസ്സിലൊന്ന് ധ്യാനിക്കൂ. ഭഗവാന്റെ എല്ലാ ഭാഗവും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ തെളിഞ്ഞു വരണം. എല്ലാ ഭാഗവും തെളിഞ്ഞു വരണം. കാണുണ്ടോ നോക്കൂ. നന്നായിട്ട് നല്ല ഒരു പുഞ്ചിരിയോടുകൂടി ഭഗവാനെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിക്കൂ. കാണുന്നുണ്ടോ? ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും എന്നിട്ട് നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എന്തിന്റെയൊക്കെയാണ് ദേവത പറഞ്ഞില്ലേ അല്ലെ? നമുക്ക് നല്ല ബുദ്ധി തരാനും നല്ല ശക്തി കിട്ടാനും നല്ല ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും മടി കൂടാതെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും ലക്ഷ്യം സാക്ഷാത്കരിക്കാനും അതിനിടയ്ക്കുള്ള വിഘ്നങ്ങളെയൊക്കെ നമുക്ക് മറികടക്കാനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റോളൂ. പറഞ്ഞതുപോലെ നമസ്കരിക്കാം കേട്ടോ. എല്ലാ ദിവസവും അച്ഛനമ്മമാരെയും
മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ നമസ്കരിക്കണം സ്കൂളിൽ പോകുന്നതിന് മുൻപ്. संकळे क्वापि शिक्षकस्त्वं हि शोभने पथि. ഇങ്ങനെ നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ മാഷ്. നമ്മുടെ ഈ ക്യാമ്പിന് നിങ്ങൾക്ക് 2 സെഷനായിട്ട്, ഇപ്പോഴത്തെ സെഷനിൽ നാട്ടറിവിനെ കുറിച്ച് ക്ലാസ് എടുക്കും, ഉച്ചയ്ക്ക് ശേഷം പരിസ്ഥിതിയെ കുറിച്ചും പറഞ്ഞു തരും. നിങ്ങൾ നോക്കണ്ട, അങ്ങനെ ഉണ്ടാവില്ല. ഒന്നിന് തുല്യമായിട്ട് അടുത്ത പറയല് ഉണ്ടാവില്ല. ഒരു കോടി ഇലകളുള്ള ഒരു വലിയ ആൽമരത്തിലെ 2 ഇലകൾ ഒന്നിന് തുല്യമായിട്ട് ഒന്ന് മക്കളെ ഒന്നിന് തുല്യമായിട്ട് ഒന്ന് ഉണ്ടാവില്ല. നിങ്ങൾ മൊത്തം ആളിന്റെ ഇല പറിച്ച് തമ്മിൽ മുട്ടിട്ട് നോക്കിയാലും ഒന്നിന് തുല്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. നീളത്തിലോ കണത്തിലോ വണ്ണത്തിലോ നിറത്തിലോ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? എല്ലാവരും കണ്ണിരിക്കുക. മനസ്സിൽ എന്ത് ചെയ്യാ, നമ്മുടെ ഈ കൈവിരൽ കാണുക, ചെറുതുള്ള കൈപ്പാളങ്ങനെ കാണുക. ആ വിരലിൽ മാത്രം നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ പുറത്തേക്ക് വിടുക. എന്നിട്ട് ആ വിരലോട് നിങ്ങൾ പറയാ ഗ്രോ. മുഴുവൻ ആ കൈവിരലാണ്. നിങ്ങൾ ഒന്നുകൂടി ഒറ്റക്ക് പറയാ ഗ്രോ. സമിതിയുടെ നാടുതിത്തോനെ ആഴത്തിൽ ചവിട്ടി താഴ്ത്തി വേദമന്ത്രം ഒരു കഴിച്ചോനെ ശൂലത്തിൽ കുത്തി നിർത്തി. അപ്പൊ വേദങ്ങൾ കേൾക്കാൻ കൊതിച്ചു പോയ കാതിൽ ഈയ ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലായിരുന്നു. മിന്നുന്നതല്ല പൊന്നല്ല, മിന്നുന്നതല്ല പൊന്നല്ല. എത്ര വലിയ കാര്യമാണ് ആ ചെറിയ വരികളിൽ. അല്ല മേഡം, ഒരുപാട് കാര്യം പറയുന്നത്. മിന്നുന്നതല്ല പൊന്നല്ല. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അറിയാം. മിന്നുന്നതല്ല പൊന്നല്ല. കാക്ക വിളിച്ചാൽ കൊക്കാകും. ഓക്കെ, കാക്ക വിളിച്ചാൽ ആവോ? പറയൂ, വേഗം പറയണേ സാധ്യത. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഓക്കെ. നെല്ലു പൊലിച്ച് കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. നെല്ലു പൊലിച്ച് കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിലിങ്ങേറി പള്ളം നിറയെ കള്ളം കുടിച്ച് ആടിയാടിട്ടപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആടിയാടിട്ടപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുരുമ്പി കാലമുള്ളോണ്ട് കാതൊന്ന് കുത്തണ നേരം നോവ്
നോവുമ്പോ പച്ചോല നോക്കിട്ടിരുന്ന മതി എന്റെ പൊന്നെ, നോവുമ്പോ പച്ചോല നോക്കിട്ടിരുന്ന മതി. ഈ നോവുമ്പോ പച്ചോല നോക്കിട്ടിരിക്കുന്ന നോക്കിങ്ങനെ പച്ചോല നോളെ തെങ്ങിന്റെ മുകളിലേക്ക് അങ്ങനെയാണോ? അല്ല, ഇന്ന് ചൈനക്കാരൻ പ്ലാസ്റ്റിക്കിന്റെ കളിപ്പാടൊന്നും വണ്ടിയില്ല. അന്ന് അമ്മാവന്മാര് പത്തോലയുടെ ബോർഡ് പാമ്പ് എല്ലാക്കി നമ്മുടെ അയച്ചതാന്നിട്ട് കുട്ടി കളിക്കാൻ കൊടുക്കും. അതാണ് നോവുമ്പോ പച്ചോല നോക്കിട്ടിരുന്ന മതി എന്റെ പൊന്നെ, നോവുമ്പോ പച്ചോല നോക്കിട്ടിരുന്ന മതി എന്റെ പൊന്നെ. ആ ഏ ഓ ആ ഏ ഓ പായ വിരിച്ച് പായയിൽ പറഞ്ഞിട്ട് പൊരിച്ച് കാലുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് വന്നേ, കാലുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് വന്നേ. ആ കാതുകുത്തി കൈതോല തൂക്കിയപ്പോ കാലച്ചേരി മാനോടി പെണ്ണെ, ഇപ്പൊ കാണാൻ എന്തൊരു തന്താളി കുട്ടി ചീരുതേ പെണ്ണെ, ഇപ്പൊ കാണാൻ എന്തൊരു തന്താളി കുട്ടി ചീരുതേ പെണ്ണെ. ആ കൈകോല പായ വിരിച്ച് പായയിൽ വളർന്നിട്ട് പൊരിച്ച് കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പെണ്ണെ, കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പെണ്ണെ. ആ റീമിക്സ് ചെയ്യപ്പെടുക മക്കളെ. നമ്മളെ നാടകവും നമ്മളെ നാടൻപാട്ടുകളും നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്കൃതി ഒക്കെ നമ്മൾ റീമിക്സ് ചെയ്യുന്നത്. നമ്മുടെ പിറന്നാൾ പോലും ഇന്ന് റീമിക്സ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ഇന്ന് പിറന്നാൾ പോലും നമ്മള് റീമിക്സ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ അല്ലേ? പടക്കം എങ്ങനെയാലോ പിറന്നാള് എങ്ങനെയാ? ഈ അഷ്ടദിക്പാലകരുണ്ട് പോലും നമ്മുടെ ആകാശത്തൊക്കെ പറയുന്നതാണ്. തീർച്ചയായിട്ടും അറിയില്ല എനിക്ക്. അഷ്ടദിക്പാലകരൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ആരാധിക്കുന്ന ആൾക്കാരാണ്. ഈ അഷ്ടദിക്പാലകർ ആകാശത്തെ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ പിറന്നാളായിരിക്കും. അന്ന് ഗുരുക്കന്മാർക്കൊക്കെ അല്ലേ ധ്യാനിച്ചിട്ട് ഗണപതിനൊക്കെ ധ്യാനിച്ചിട്ട് നമ്മൾ ഗണപതിക്ക് വെക്കും. ഗണപതിക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തെയും സന്തോഷത്തെയും വേണ്ടിയിട്ടാണ്. ഒരു പാത്രത്തിൽ ഇല്ലേ ആദ്യം കുറച്ച് ചോറും പൊടിച്ച് കാച്ചിയതെന്ന് പറഞ്ഞൊരു പായസം ഉണ്ടാക്കും അമ്മ. ഇവിടെ പേരെന്നാ പറയാറില്ല, പേര് മാറ്റുകൊണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു അനുഷ്ഠാനം. ഈ പൊടിച്ച് കാച്ചിയത് എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ ചെറിയ പായസമാണ്. ആ പായസം ആർക്ക് വെക്കും? ഗണപതിക്ക് വെക്കും. എന്നിട്ട് കുട്ടിയുടെ ആയുസിനെ വിചാരിച്ചിട്ട് കെടാദീപം വെക്കും. കെടാദീപം എന്നാ പറയാ, വിളക്ക് രാവിലെ മുതൽ ഇല്ലേ പ്രഭാതം മുതൽ പ്രദോഷം വരെ ദീപം വെക്കും ഇല്ലേ, വിളക്ക് വെക്കും. ആ വിളക്ക് വെച്ചിട്ട് അതാണ് കുട്ടിയുടെ ആയുസ്. അതിനുവേണ്ടി കുട്ടിയുടെ ആയുസിനും ആരോഗ്യ സൗകര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് വീട്ടിലെ മുതിർന്നവർ പ്രാർത്ഥിക്കും. ഗണപതിക്ക് വെച്ചതിന് ശേഷം കുട്ടിക്ക് ആദ്യം ചോറ് കൊടുക്കും. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കും ഇല്ലേ. അഷ്ടദിക്പാലകരും ഗണപതിയും ഒക്കെ ആ വീട്ടിൽ വന്നിട്ട് ഇത് ഒക്കെ കഴിച്ച് വിളക്ക് കണ്ട് തൊഴുത് ഇല്ലേ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് നമ്മുടെ പിറന്നാൾ. മനസ്സിലായോ? ഇന്ന് പിറന്നാളിന് ബിരിയാണിയാണ് മക്കളെ. അഷ്ടദിക്പാലകർ ബിരിയാണി കഴിക്കൂല. ഇന്ന് കേക്ക് മുറിയാണ്. കേക്ക് മുറി ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിൽ ചോദിച്ചതല്ല. മനസ്സിലായോ? അതിമനോഹരം. പരുതേ പരുതേ മനക്കച്ചം പരുതേ കടിപ്പറ വരുതേ മനക്കച്ചം പരുതേ 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 അത് വരികയായിരുന്ന അങ്ങനെ അനകളി കണ്ടി അനകളി കണ്ടി നിൽക്കും പരുതേ മനക്കച്ചം പരുതേ അനേ വന്ന് നിറാഞ്ഞു പരുതേ മനക്കച്ചം പരുതേ അനകളി കണ്ടി നിൽക്കും പരുതേ മനക്കച്ചം പരുതേ അനേ വന്ന് നിറാഞ്ഞു പരുതേ മനക്കച്ചം പരുതേ 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 അയ്യോ തകരാരോ 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 ോ താരാരോ
മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്നോട് കൊണ്ടുവിട്ടോ എന്നോട് കുഞ്ഞാഞ്ഞേ മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്നോട് കൊണ്ടുവിട്ടോ എന്നോട് കുഞ്ഞാഞ്ഞേ കൊണ്ടുപോല കാടിക്കൈ കണ്ടേ അവിടുത്തെ കാവുകളോ രാവിലെ വേലപുരം നാള് എന്നാണ് നമുക്കും പോകേണ്ടേ നമുക്കും പോകേണ്ടേ അമ്മായി കച്ചവടം കുടിച്ചപ്പോ വന്നത് ഇത് വടകര ഭാഗത്തെ അപ്പപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. പണ്ട് ബേക്കറികളൊന്നും ഇല്ലാത്ത കാലത്ത് അവിടുത്തെ അമ്മമ്മമാര് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട അമ്മമ്മമാര് മക്കളെ കല്യാണം ചെയ്യണം ചുറ്റുപാട് ഇല്ലേ. ഭക്ഷണം കാലാവസ്ഥയിൽ മാറുമ്പോൾ നമ്മുടെ സംസ്കാരം മാറും. സംസ്കാരം മാറുമ്പോൾ നമ്മളല്ലാതാവും. നമ്മളാക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. നമ്മള് ആരെങ്കിലും ആയിപ്പോകും. അതുകൊണ്ട് ആരെങ്കിലും ആയ ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന കേരളീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന മലയാളികളുടെ ഓണം വിഷം ആടുപാമ്പേ ആടാട് നമ്മൾ കൊട്ടുനാളലോട്ടു ആടാടു പാമ്പേ വാരിയെറിഞ്ഞിട്ടാടാടു പാമ്പേ വാരിയെറിഞ്ഞിട്ടാടാടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിനിളം പാമ്പേ പകച്ചനടുത്തിരടിഞ്ഞി ആടാടു പാമ്പേ പകച്ചനടുത്തിരടിഞ്ഞി ആടാടു പാമ്പേ പന്തലിലി മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ പന്തലിലി മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ പഴുകൂടെ കണ്ടിട്ടാടും ആടാടു പാമ്പേ പഴുകൂടെ കണ്ടിട്ടാടും ആടാടു പാമ്പേ പകനാരുടെ മുള്ളക്കളത്തിൽ വന്ന് ആടാടു പാമ്പേ പകനാരുടെ മുള്ളക്കളത്തിൽ വന്ന് ആടാടു പാമ്പേ അടുപാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ അടുപാമ്പേ ആടാടു പാമ്പേ കാവിനിളം പാമ്പേ അങ്ങനെ രണ്ടാമത് ചുറ്റുവാൻ ചെലയുണ്ടോ ചുറ്റുവാൻ ചെലയുണ്ടോ ചുറ്റുവാൻ ചെലയുണ്ടോ ദൂര പണ്ടിയോനെ മൂർക്കോടി ചെലയിരിക്കൽ പൊന്നമ്പത്തങ്കം നീ ഇഷ്ടം പോലെ ഉടുത്തുപോലെ പൊന്നമ്പത്തങ്കോ താനാനെ 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 കുളിക്കൂവാൻ കുളമുണ്ടോ കുളിക്കൂവാൻ കുളമുണ്ടോ കുളിക്കൂവാൻ കുളമുണ്ടോ കള്ളത്തേമ്പൂര പണിയോനെ താനാനെ 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 Bye.
വേണ്ട. പായസം അവിടെ പായസം ആരും നടുവൊന്നും വേണ്ട. മനുഷ്യന്റെ ഇടപെടലില്ലാത്ത സ്ഥലമാണ് കാട്. മനുഷ്യന്റെ ഇടപെടലുള്ള സ്ഥലം നാട്. അത് ക്രമേണ നാടാവും. വേറെ ജീവികൾക്കൊന്നാണ് ജീവിക്കാൻ പറ്റാണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ചെടികൾ മാത്രം അവിടെ സംരക്ഷിക്കപ്പെടും. ഇഷ്ടപ്പെടാത്തൊക്കെ മുറിച്ചാടും. അപ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവും. അത് നാടായി മാറും. കൈലാക്കാൻ പറയുന്നത് രണ്ടുപേർ കെട്ടിപ്പിടിക്കാൻ. പറയുന്നത് 3 പേർ കെട്ടിപ്പിടിക്കാൻ. പറയുന്നത് 4 പേർ കെട്ടിപ്പിടിക്കാൻ. പറയുന്നത് 5 പേർ കെട്ടിപ്പിടിക്കാൻ. എല്ലാവരും കളിക്കും. നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കുക. പറഞ്ഞിട്ടാണോ അവരാരും നമ്മളെ എന്തല്ല ആരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരെ മാക്സിമം വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ ചിലപ്പോ മൃഗങ്ങളെ ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. പക്ഷെ നമ്മളിത് ചെയ്യാൻ പാടില്ല. നമ്മൾ മാക്സിമം അവരെ വേദനിപ്പിക്കരുത്. മകളെ സർവജീവകുലത്തെ വളർത്തി കാത്തരുളുന്ന ഭൂമി മാതാവിന്റെ കാൽക്കൽ ഇതാ തോഴുന്നേ സർവജീവകുലത്തെയും വളർത്തി കാത്തരുളുന്ന ഭൂമിമാതാവിന്റെ കാൽക്കൽ ഇതാ തോഴുന്നേ. കടലായി ഒരു ഭാഗം കരയായി ജീവൻ കാത്തിടുവാൻ നമിച്ചിടുന്നേ. ഭൂമിയിലെ ജീവികൾക്ക് ജലവും വായുവും നൽകും സർവജാതി ചെടികളെ നമിച്ചിടുന്നേ. ജീവധർമ്മം കാത്ത് ഭൂമിയെ കാത്തരുളുന്ന സർവജാതി മൃഗങ്ങളെ നമിച്ചിടുന്നേ. ഭൂമിയിലെ ഏകജീവി ഭൂമിയെ വധിച്ചിടുവാൻ ലാഭനഷ്ടം കൂട്ടി അങ്ങേ ശ്രമിച്ചിടുമ്പോൾ അറിയുന്നു നമ്മളമ്മേ മാതൃസ്നേഹമുള്ള മക്കൾ ശ്രമിച്ചിടും അമ്മ തന്റെ കണ്ണുനീരൊപ്പാൻ
നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ അതേ നമസ്കരിച്ചോളൂ. ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഇവിടുന്ന് കിട്ടുന്ന ഈ പ്രസാദം ഉണ്ടല്ലോ പൂജാമുറിയിലൊക്കെ വെക്കാൻ, അല്ലാതെ കളിക്കാനുള്ള കളിക്കുന്ന സ്ഥലത്തല്ല അവിടെ വെക്കണത്. പൂജാമുറിയിൽ വെച്ച് ദിവസവും അവിടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക. ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ 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 ചിന്മയ ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ശ്രീ ചിന്മയ അതൊന്ന് മേടിച്ചു കൊടുക്കോ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചന്ദ്രിക ചന്ദ്രിക മേടിച്ചോളൂ. ചന്ദ്രിക മേടിച്ചോളൂ. ചന്ദ്രിക
ചന്ദ്ര മേടിച്ചോളോ, അത് സാരല്ലേ, മേടിച്ചോളോ മേടിച്ചോളോ. नमः ॐ श्री चिन्मय सद्गुरवे नमः ॐ श्री चिन्मय सद्गुरवे नमः. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു.